പിന്നെ വരുന്നത് ഒരേ തരത്തിലുള്ള അർത്ഥവ്യാഖ്യാനങ്ങൾ വരുന്ന 2 സൂറത്തിലെ ഒരേ ആയത്തുകളുണ്ട്. ഏതെല്ലാം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. സൂറത്തുൽ ബക്കറ, അൻഫാൽ പിന്നെ പറയാം. സൂറത്തുൽ ബക്കറയിലെ 193 ആയത്ത് വരുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഖാതിലുഹും ഹത്താ ലാ തകൂന ഫിത്നതും വയകൂന അദ്ദീനു ലില്ലാഹി ഫൈനിൻ തൗ ഫലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ എന്ന് വരുന്നുണ്ട്. അപ്പൊ അതേപോലത്തെ സെയിം സൂറത്ത് വരുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ ഖുർആനാണ്, ഖുർആൻ എടുത്തിട്ടാണ് പറയുന്നത് കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സൂറത്തുൽ അൻഫാലിലെ 39 ആയത്താണ് കേട്ടോ. റഹീം വഖാതിലുഹും ഹത്താ ലാ തകൂന ഫിത്നതും വയകൂന അദ്ദീനു കുല്ലുഹു ലില്ലാഹ് ഫൈനിൻ തൗ ഫഇന്നല്ലാഹ ബിമാ യഹ്മലൂന ബസീർ എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ അർത്ഥം കൂടി ഞാൻ പറഞ്ഞു തരാം. മർദ്ദനം ഇല്ലാതാക്കുകയും മതം മുഴുവൻ അള്ളാഹുവിന് സെയിം അർത്ഥങ്ങളാണ് കേട്ടോ. ഈ രണ്ട് ആയത്തിനും സെയിം അർത്ഥമാണ് വരുന്നത്. അതാണ് പറയുന്നത്. മർദ്ദനം ഇല്ലാതാക്കുകയും മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടിയാക്കുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക. എന്നാൽ അവർ വിരമിക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു അവർ പ്രവർത്തിക്കുന്നതെല്ലാം കാണുന്നവനാകുന്നു. അതേ സെയിം തന്നെയാണ്. മർദ്ദനം ഇല്ലാതാക്കുകയും വിധേയത്വം അള്ളാഹുവിന് മാത്രമാക്കുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ ബഹുദൈവാരാധകരോട് യുദ്ധം ചെയ്യുക. എന്നാൽ അവർ വിരമിക്കുകയാണെങ്കിൽ അക്രമികൾക്കെതിരെയല്ലാതെ മറ്റൊരു അതിക്രമവും പാടില്ല. ഇതിൽ നിന്ന് നിങ്ങൾ എന്താണ് ഗ്രഹിച്ചത്? ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇതിനും വിപരീത വ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്നാൽ ഒന്നും പറയാനില്ല കേട്ടോ സുഹൃത്തുക്കളെ, ഒന്നും പറയാനില്ല. ഇത് ഇവിടുന്ന് അങ്ങോട്ട് തുടർന്ന് പോവുകയേ ഉള്ളൂ അല്ലേ. എന്താ പറയാ, അത് നമ്മുടെ ഈ ലോകം അവസാനിക്കും വരെ ഇസ്ലാം മതം ഇങ്ങനെ ചോദ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. കാരണം എല്ലാവർക്കും അറിയാം, ഈ പറയുന്നവർക്കും എല്ലാവർക്കും അറിയാം ഇസ്ലാം എത്ര പവിത്രമായ ഒരു മതമാണ്. ഖുർആന് അത്രയേറെ പരിശുദ്ധമാക്കപ്പെട്ട നമ്മുടെ ഖുർആന് അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹു എത്രയേറെ നല്ല കാര്യങ്ങളാണ് അതിലൂടെ നമ്മളോട് സംസാരിക്കുന്നത് എന്നുള്ളതെല്ലാം ഈ പറയപ്പെട്ട എല്ലാവർക്കും അറിയാം. എന്നാലും സമ്മതിച്ചു തരാൻ കുറച്ച് മടിയാണ്. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞില്ലേ, ഒരു മുഅ്മിന് ലോകാവസാനം വരെ അവന്റെ ഇൽമ് അവനെ മുറുകെ പിടിക്കണമെങ്കിൽ എങ്ങനെയെന്നറിയാവോ? തീക്കട്ടട